ശ്രീ സജീവൻ, ഒരുപക്ഷെ ഇപ്പോൾ ഈ വിവാദങ്ങൾ ഇങ്ങനെ കൊഴുക്കുകയാണ്. അറിയാതെ വന്ന് പെട്ടുപോയതാണെന്ന് തോന്നുന്നു കോൺഗ്രസ്. അതായത് ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന് പറഞ്ഞു വേണുഗോപാൽ. അതിന് പിന്നാലെ പിന്തുണയുമായി എത്തി സതീശനെത്തി, അതിന് പിന്നാലെ ചെന്നിത്തല എത്തി, അങ്ങനെ പിന്തുണയുമായി വരികയാണ്. അറിയാതെ വന്നുപെട്ട മറ്റൊരു വിഷയമാണ് മലപ്പുറം വിവാദവുമായി ബന്ധപ്പെട്ട്. ഒരുപക്ഷെ ഈ വിഷയം ഉണ്ടായപ്പോൾ മാധ്യമപ്രവർത്തകരടക്കം ചരിത്രം പഠിക്കുകയായിരുന്നു മലപ്പുറം ജില്ല വന്നതിനെ സംബന്ധിച്ചും അവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എടുത്ത നിലപാടെന്തെന്നും ആ ജില്ല രൂപീകരിക്കാതിരിക്കാൻ വേണ്ടി ജനസംഘത്തോടൊപ്പം ചേർന്ന് നിന്നതടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുകയായിരുന്നു. കെ കേളപ്പൻ എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവിനെ വരെ ജനസംഘത്തിൽ കൊണ്ട് കെട്ടിക്കാൻ കഴിഞ്ഞ വൈദഗ്ധ്യം ഉണ്ടായിരുന്നു കോൺഗ്രസിന്. അതുകൂടി പഠിക്കുകയാണ് ഒരു ചരിത്രം. ഒരുപക്ഷെ ഇവർ അറിയാതെ വന്ന് പെട്ടതാണെങ്കിലും കൃത്യമായ ചില രാഷ്ട്രീയ ചിത്രങ്ങൾ അവിടെ തെളിഞ്ഞു വന്നു. അതിലൊന്ന്, ഈ LDF സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനം എന്താണ്? 62 ലക്ഷം പേർക്ക് കൃത്യമായി പെൻഷൻ കൊടുക്കുന്നതാണ്, കുടിശ്ശിക വന്ന അടക്കം കൊടുത്തു തീർക്കുന്നു എന്ന് പറയുന്ന ഒരു ക്ഷേമ രാഷ്ട്രത്തിൻ്റെ ഒരു ക്ഷേമ സങ്കല്പം അത് കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം അത് തിരഞ്ഞെടുപ്പിൽ ചർച്ചയായി. രണ്ടാമതാണ് കൃത്യമായ ഒരു കള്ളത്തരം. ആരാണ് മലപ്പുറത്തെ അപമാനിച്ചത്? കോൺഗ്രസ് അവിടെ മലപ്പുറം ജില്ലയോടെടുത്ത നിലപാടെന്താണ്, അവിടെ ലീഗിനോടെടുത്ത നിലപാട് എന്താണ് എന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങൾ കൂടി ഇവിടെ മുന്നിലേക്ക് വരാൻ ഇടയാക്കി. അതുതന്നെയാണ് അവർ അബദ്ധത്തിൽ വന്ന് പെട്ടുപോയതാണ്. ആ കരുവിൽ, ആ ചക്കിൽ, CPM LDF വെച്ച ചക്കിൽ അവരിങ്ങനെ പെട്ടു നിൽക്കുകയാണ്. സജീവൻ, രാഷ്ട്രീയ രംഗത്ത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ആരോപണങ്ങൾ ഉന്നയിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായ കാര്യമാണ്. പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ ഇത് പറഞ്ഞു പെട്ടുപോകുന്നൊരവസ്ഥയുണ്ട്. KC വേണുഗോപാൽ ഈ ക്ഷേമ പെൻഷനെ കുറിച്ച് പറഞ്ഞത് അത് ഇത്രയും കൊടുത്തു, അത് ആരോപണം കൊടുത്തില്ലായിരുന്നുവെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായത് അത് കൊടുത്തു തീർത്തില്ലായിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ, നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും UDFന്റെ ആരോപണം? ഇത് ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാത്ത സർക്കാർ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നു എന്നായിരിക്കും ആരോപണം. അത് പക്ഷേ നേരത്തെ തന്നെ കൊടുത്തു തീർത്തു. ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ എത്തുമ്പോഴേക്കും കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തു തീർത്തു. അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം നടത്തിയിട്ടുള്ള ഒരു പ്രഖ്യാപനമല്ല. കൊടുക്കാമെന്നുള്ള വാഗ്ദാനം അല്ലെങ്കിൽ കൊടുക്കുമെന്നുള്ള പ്രഖ്യാപനം അതിന് മുമ്പേ ഉണ്ടായതാണ്. നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അതിന് മുമ്പേ കൊടുത്തു തുടങ്ങിയത്. അപ്പം അതിനിടയിൽ പറഞ്ഞ വാക്ക്, ഇതാണ് രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാകുന്ന പ്രശ്നം. പലപ്പോഴും കോൺഗ്രസ്സുകാർ ഈ നരേന്ദ്രമോദിയുടെ മുമ്പിലാണെങ്കിലും മറ്റു നേതാക്കന്മാരുടെ മുമ്പിലൊക്കെ ആണെങ്കിലും പെട്ടുപോകുന്നത് പറയുന്ന വാക്ക് തെറ്റായി പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതാണ് ഇവിടെ കൈക്കൂലി എന്നൊരു കാര്യം, കൈക്കൂലിയായിട്ടാണ് കൊടുത്തത് എന്ന് പറയുമ്പോൾ ഇതിൽ കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള ആളുകൾ കൂടി ഉണ്ടാവില്ല. അവർ കൈക്കൂലി വാങ്ങുന്ന ആളുകളായിട്ട് മാറില്ലേ? കൈക്കൂലി വാങ്ങലും കൊടുക്കലും ഒരേപോലെ തെറ്റാണ്. അപ്പൊ അത് കൈക്കൂലിയാണ്. ഈ പറയുന്ന 1600 രൂപയുടെ പെൻഷൻ എന്ന് പറയുന്നത് കൈക്കൂലിയാണെന്ന് പറയുമ്പോൾ ഇത് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം കൊടുക്കുന്ന ഒന്നായിട്ട് മാറും. അങ്ങനെയൊക്കെ മറ്റു പല സംസ്ഥാനങ്ങളിലും കേട്ടിട്ടുണ്ട്. സ്ഥാനാർത്ഥി കാശ് കൊടുക്കുന്ന ഏർപ്പാട്. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ കൈക്കൂലി കൊടുക്കുന്ന ഒന്നായിട്ട് പറയുന്നത് സ്വാഭാവികമായിട്ടും തിരിച്ചടിക്കും. ഇപ്പൊ അതുകൊണ്ടാണ് പ്രതിപക്ഷം തിരിച്ചെടുത്തിട്ട് ഒരു വടിയായിട്ട് അങ്ങോട്ട് കൊടുക്കുന്നു, വടിയായിട്ട് അത് ആയുധമാക്കിയിട്ട് അങ്ങോട്ട് അടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അതേപോലെയാണ് മലപ്പുറത്തിന്റെ കാര്യം. മലപ്പുറം എന്ന മുഖ്യമന്ത്രി അന്ന് നടത്തിയിട്ടുള്ളത്, ഞാനിത് മുഖ്യമന്ത്രിയെ വെള്ളപൂശാനോ LDFനെ വെള്ളപൂശാനോ പറയുന്നതല്ല. മുഖ്യമന്ത്രി അന്ന് പറഞ്ഞിട്ടുള്ളത് മലപ്പുറം ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇത്രയധികം സ്വർണം കടന്നു വരുന്നത്, അത് കരിപ്പൂർ വിമാനത്താവളം ഹവാല ഏറ്റവും കൂടുതൽ വരുന്നത് കരിപ്പൂർ ഈ പ്രദേശത്ത്, ഈ കരിപ്പൂർ വിമാനത്താവളമോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രദേശത്തോ ആണ്. അത് അങ്ങനെ ഉണ്ടാവുന്നതിൽ ഏറ്റവും കൂടുതൽ ജില്ല തിരിച്ചുള്ള കണക്കിൽ മലപ്പുറം ജില്ലയാണ് എന്ന് പറയുന്നു. മലപ്പുറം ജില്ലയാണെന്നുള്ള യാഥാർത്ഥ്യമാണല്ലോ. അതിനർത്ഥം ഏതെങ്കിലും പ്രത്യേക കമ്മ്യൂണിറ്റി ആണെന്നുള്ളതല്ല. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഈ ഓരോ ജില്ലയും എടുത്തിട്ട് അവിടെ എത്ര വാഹനാപകടങ്ങൾ കൂടുതലായിട്ട് നടക്കുന്ന എവിടെയാണ് എന്ന് നോക്കിയാൽ ഒരുപക്ഷെ കോഴിക്കോട് ജില്ലയോ മലപ്പുറം ജില്ലയോ കണ്ണൂർ ജില്ലയോ ഏതൊക്കെ ജില്ലയായിരിക്കുമല്ലോ. അത് പറഞ്ഞാൽ കണ്ണൂരുകാരെ അല്ലെങ്കിൽ കോഴിക്കോട്ടുകാരെ അവമാനിക്കാമെന്നല്ലല്ലോ അർത്ഥം. ഇത് യാഥാർത്ഥ്യമാണ്. ഈ കരിപ്പൂർ വിമാനത്താവളം അല്ലെങ്കിൽ കോഴിക്കോട് വിമാനത്താവളം എന്ന പേരുള്ളത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ്. സ്വാഭാവികമായിട്ട് അവിടെ ഇറങ്ങുന്ന സ്വർണത്തിന്റെ കണക്ക് മലപ്പുറം ജില്ലയുടെ കണക്കിലാണ് പെടുത്തുക. അതാണ് വരിക. അതിനർത്ഥം മലപ്പുറം ജില്ലയിലുള്ള മുഴുവൻ ആളുകളും കള്ളക്കടത്തുകാരാണെന്നല്ല. അത് അൻവറിന് പറയാം. അൻവർ അങ്ങനെ കുറെ ഭാഷ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. പക്ഷേ അത് പറയുമ്പോഴേക്കും അതൊരു രാഷ്ട്രീയമായുധമായിട്ട് പറയുന്നു. അപ്പോഴാണ് LDF ഇവിടെ എങ്ങനെയാണ് ഈ ജില്ല ഉണ്ടായത്, ആരുടെ കാലത്താണ് ജില്ല ഉണ്ടായത്,
അന്ന് അതിനെ എതിർത്ത ആളുകൾ ആരൊക്കെയാണ് എന്ന് പറയും. ഇതിന്റെ ഈ പോരാട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഉള്ള പോരാട്ടമാണ്. അത് ജനങ്ങൾ അതിന് തെരഞ്ഞെടുക്കുന്ന എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് വേറെ കാര്യം. അപ്പൊ സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങളൊക്കെ തങ്ങളൊരു ആയുധം ഉപയോഗിക്കുമ്പോൾ ആ ആയുധം കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ളൊരു ആർജവം, അതിനുള്ള ഒരു സാമർഥ്യമൊക്കെ നേതാക്കന്മാർക്ക് ഉണ്ടാവണം. ഒരു തെരഞ്ഞെടുപ്പ് റാലിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വെച്ചിട്ട് ഇപ്പോൾ UDFന്റെ സമ്പന്നരായ നേതാവ് ഇത് കൈക്കൂലിയാണെന്ന് പറയുമ്പോൾ, ഇത് ഈ ക്ഷേമ പെൻഷൻ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം കൊടുക്കുന്ന ഒന്നാണെങ്കിൽ നമുക്ക് എന്തായാലും പറയുന്നത് കൈക്കൂലിയാണെന്നുള്ളത്. അല്ലെങ്കിൽ നിലമ്പൂരുകാർക്ക് മാത്രം ഇത് 1600 പകരം 2500 ആക്കുന്നു എന്ന് പറഞ്ഞാൽ കൈക്കൂലി എന്ന് പറയും. ഇത് 1600 കൊടുക്കാൻ തുടങ്ങി കുറെ കാലമായി. അതിൽ കുറച്ചു കാലമായിട്ട് കുടിശ്ശിക ഉണ്ടായിരുന്നു. ആ കുടിശ്ശിക കൊടുക്കാമെന്ന് പറഞ്ഞത് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിന് ശേഷമാണെങ്കിൽ നമുക്ക് കൈക്കൂലി എന്ന് പറയാം. ഇതായാലും അതിന് മുമ്പേ പ്രഖ്യാപിച്ചാണ്, അതിന് മുമ്പേ കൊടുത്തു തുടങ്ങിയതാണ്. ഇപ്പൊ കുടിശ്ശികയായി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മെയ് മാസത്തോടെ കുടിശ്ശിക പൂർണ്ണമായിട്ട് തീർത്തു കഴിഞ്ഞു. അപ്പൊ അതിനെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ആരാന്റെ കയ്യിൽ വടി വെച്ചു കൊടുക്കരുതെന്ന് ഒരു ചൊല്ലുണ്ട്. അങ്ങനെ ആരാന്റെ കയ്യിൽ വെച്ചു കൊടുത്ത വടിയായിട്ട് മാറുന്നു. ഇത് ഈ പ്രത്യേകിച്ച് പെൻഷന്റെ കാര്യം അതൊരു കൃത്യമായി UDFന് കിട്ടിയിട്ടൊക്കെയുള്ള ഒരു പ്രഹരം കിട്ടുന്ന രൂപത്തിലുള്ള ഒരു വടിയായിട്ട് മാറിയിട്ടുണ്ട്.